ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുവിട്ട് വരുന്ന വഴിയാണ്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ പുറത്ത് കുറേ കരിയിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും ഞങ്ങളുടെ സിറ്റ് ഔട്ടിലായിട്ട്. അപ്പോൾ അതൊക്കെ അടിച്ച് വൃത്തിയാക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഒരാളെ കണ്ടത്. ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എല്ലാവരും അടിച്ചു വാരുമ്പോഴും പുറത്തൊക്കെ വണ്ടി വയ്ക്കുന്നവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇഴജന്തുക്കൾ വണ്ടിയുടെ ഡിക്കിയിലായിട്ടും എവിടെയെങ്കിലുമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ ഇലകളുടെ അടിയിലൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ വിഷം ഉള്ളതാണോ അല്ലേന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ചെറിയൊരു ബൈറ്റ് മതി. അതിൻ്റെ വിഷമുള്ളതൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നേക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിനെ കണ്ടോ കിടക്കുന്നത് കണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചെറിയൊരു അണലിയുടെ കുട്ടിയാണെന്നാണ് തോന്നുന്നത്. ഇതിന് ജീവനുണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ചത്ത് കിടക്കുകയെന്നാണ്. ഇത് നോക്കിയപ്പോൾ ജീവനുണ്ട്. ഇത് ഇളകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിഷമുള്ളതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അണലിയുടെ കുട്ടീനെ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇതിൻ്റെ വാലൊക്കെ കണ്ടിട്ട് അണലിയുടെ പോലെ തന്നെ ഉണ്ട്. തലയൊക്കെ അതുപോലെ തോന്നുന്നുണ്ട്. കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നവരും റോഡ് സൈഡിലായാലും എവിടെയായാലും കളിക്കുമ്പോഴും നമ്മൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്കിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഈ ഇലയുടെ അടിയിൽ തല വെച്ചിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ ഇത് ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ട്. നാക്കൊക്കെ നീട്ടുന്നുണ്ട് പുറത്തേക്ക്. ഇതിൻ്റെ വാല് നോക്കൂ. ഇതിൻ്റെ വാല് കണ്ടിട്ട് അണലിയുടെ വാല് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു അഴുക്കച്ചാലുണ്ട്. അങ്ങോട്ടാണ് തോന്നുന്നു ഇത് പോകുന്നത്. രാവിലെ മക്കളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാനിതാ ഈ റോഡ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ വണ്ടി വയ്ക്കാറ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ശ്രദ്ധിക്കും ഇതിൻ്റെ ഈ ഫോണൊക്കെ വയ്ക്കുന്ന അതിൻ്റെ ഇടയ്ക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ അതുപോലെ ശ്രദ്ധിക്കണം.
അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഇഴഞ്ഞിട്ട് അടുത്തുള്ള ഒരു അഴുക്കുചാലിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉള്ളിലേക്ക് പോയി ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.